ശ്രീ എ എം ഷിനാസ്, ഇവിടെ ഇതാ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു യുദ്ധവിജയമാണല്ലോ ഇപ്പോൾ ആഘോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ നടത്തിയത് ഇന്ത്യക്കെതിരായ യുദ്ധമാണ്. പക്ഷേ ആ യുദ്ധ കാലഘട്ടത്തിലടക്കം ഈ സൈനിക മേധാവി എവിടെ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ദൃശ്യങ്ങളിൽ ഒന്നും സൈനിക മേധാവിയെ കാണാൻ സാധിച്ചിരുന്നില്ല. സൈനിക മേധാവി കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു. പക്ഷേ മറുഭാഗത്ത് ഇന്ത്യ ആകട്ടെ സൈനിക മേധാവികൾ ഉൾപ്പെടെ, സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്, ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തുന്നതൊക്കെ ലോകത്തിന് കാണാവുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ വാർത്താ ഏജൻസികളുടെ പുറത്തു വന്നതാണ്. മാത്രവുമല്ല, വാർത്താ സമ്മേളനങ്ങൾ നിരന്തരമായി വിളിച്ചിരുന്നു. അതിനിടയിലായിരുന്നു ഇത്തരം എവിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. ഇപ്പോൾ ഈ ഭരണകൂടം പറയുന്നത് പോലെ ഇത് ഇന്ത്യ വിരുദ്ധതയ്ക്ക് നൽകിയിട്ടുള്ള ഒരു പ്രൊമോഷൻ, അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? സാധാരണഗതിയിൽ ഈ ഫീൽഡ് മാർഷൽ പദവി നൽകപ്പെടുന്നത് ഒരു വലിയ യുദ്ധവിജയം നേടുന്ന മേധാവികൾക്കാണ്, സൈനിക മേധാവികൾക്കാണ് ഫീൽഡ് മാർഷൽ പദവി. ഇത് യുദ്ധവിജയമല്ല, യുദ്ധപരാജയമാണ്. പക്ഷെ പാകിസ്ഥാനിൽ ഒരു പ്രചാരണം അവർക്ക് മേൽക്കൈ ലഭിച്ചു, അവരാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന മട്ടിൽ പാകിസ്ഥാനിൽ ഉടനീളം, സമൂഹത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിൽ കുറെയൊക്കെ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫീൽഡ് മാർഷലായി സ്വയം പ്രഖ്യാപിക്കുന്നത് അയ്യൂബ് ഖാനാണ്. മുഹമ്മദ് അയ്യൂബ് ഖാൻ 1958 ആണ് അയ്യൂബ് ഖാൻ പട്ടാള അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കുന്നത്. 1959 അദ്ദേഹം സ്വയം, അതായത് ഒരു സിവിലിയൻ സർക്കാർ അല്ല, സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. 1958 അദ്ദേഹം അധികാരം പിടിച്ചെടുക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയുടെ കൂടെ വൈകുന്നേരം ചായ കുടിച്ചതിന് ശേഷം പിരിയുകയായിരുന്നു. അർദ്ധരാത്രി ഇസ്കന്ദർ മിർസയുടെ വീട്ടിൽ പാക് സൈനിക ഉദ്യോഗസ്ഥരെത്തി മിർസയോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ രാജിവെക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ബലപൂർവം നിങ്ങളെ നീക്കം ചെയ്യും. ഇസ്കന്ദർ മിർസ രാജിവെച്ചു. അദ്ദേഹത്തെ ക്വറ്റയിലേക്ക് കൊണ്ടുപോയി, പിന്നീട് ലണ്ടനിലേക്ക് നാട് കടത്തി. 1969 9 വരെ അദ്ദേഹം ലണ്ടനിലായിരുന്നു. 1969 അദ്ദേഹം അന്തരിച്ചു. പക്ഷേ ഈ മുഹമ്മദ് അയ്യൂബ് ഖാനും അസീം മുനീറും തമ്മിൽ വളരെ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട്. അയ്യൂബ് ഖാൻ പട്ടാള സ്വേച്ഛാധിപതിയായിരുന്നു. 58 മുതൽ 69 വരെ ഭരിച്ചു. 68 തുടങ്ങിയ ജനകീയ പ്രക്ഷോഭത്തിന് ഒടുവിൽ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം അധികാരം മറ്റൊരു പട്ടാള സ്വേച്ഛാധിപതി യാഹ്യ ഖാനാണ് കൈമാറിയത്. പക്ഷേ 1956 പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് പാകിസ്ഥാനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് നാമകരണം ചെയ്തിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അയ്യൂബ് ഖാൻ വന്നപ്പോൾ 1962 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് മാറ്റി റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാക്കി മാറ്റി. മാത്രമല്ല, ഇന്ത്യ പോലും ഇന്നേ വരെ തൊട്ടുകളിക്കാൻ തയ്യാറാവാതിരുന്ന ശരീഅത്ത് നിയമം, മുസ്ലിം കുടുംബ നിയമം അദ്ദേഹം ഭേദഗതി ചെയ്തു. ഈ പോളിഗമി, ബഹുഭാര്യാത്വം പോലുള്ള പല കാര്യങ്ങളും ഭേദഗതി ചെയ്തു. മാത്രമല്ല, ഇസ്ലാമിനെ ഡീപൊളിറ്റിസൈസ്, ഇസ്ലാമിനെ ഒരു മോഡേൺ സിന്തസിസ്, അതായത് ഡീപൊളിറ്റിസൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അതിനുവേണ്ടി കറാച്ചിയിലും ലാഹോറിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ഥാപിച്ചു, ഇസ്ലാമിനെ ആധുനികതയുമായി കൂടുതൽ പൊരുത്തപ്പെടുന്ന മട്ടിൽ. അതുകൊണ്ട് മതവാദികളുടെയും മതമൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും ഏറ്റവും വലിയ ശത്രു കൂടിയായിരുന്നു അയ്യൂബ് ഖാൻ. അയ്യൂബ് ഖാനെ അവർ സെക്കുലർ പക്ഷപാതിയും വെസ്റ്റേൺ പക്ഷപാതിയുമായി നിരന്തരം വിമർശിച്ചു പോന്നു. അപ്പോ അതേസമയം അസീം മുനീറിന്റെ കാര്യം വ്യത്യസ്തമാണ്. 1986 പാകിസ്ഥാൻ ആർമിയിൽ സിയാഉൽ ഹക്കിന്റെ പീക്ക്, അതായത് സിയാഉൽ ഹക്കിന്റെ പട്ടാള സ്വേച്ഛാധിപത്യത്തിന്റെ ആ ഒരു ഉച്ചസ്ഥായിയിൽ ഇദ്ദേഹം കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അസീം മുനീർ സ്വാംശീകരിച്ച ഈ ഒരു മൈൻഡ് സെറ്റ്, ഒരു മനക്കൂട്ട്, ഒരു പ്രത്യയശാസ്ത്ര മനക്കൂട്ട്, പ്രത്യയശാസ്ത്ര പരിസരം
മത തീവ്രവാദത്തിൻ്റെതാണെന്ന് പഹൽഗാം ആക്രമണത്തിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. അതെ. അപ്പൊ അയ്യൂബ് ഖാനും ഈ അസീം മുനീറിന്റെ വാസ്തവത്തിൽ പാക് സർക്കാർ ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരാണ് നിയമിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ യുദ്ധവിജയമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ പാകിസ്ഥാൻ വളരെ ധീരോദാത്തം ചെറുത്തു നിന്നതോ ഒന്നുമല്ല. പാകിസ്ഥാൻ സിവിലിയൻ സർക്കാരിന്റെ ഭയാശങ്കകളാണ്. അതായത് ഈ അസീം മുനീർ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തേക്കുമോ എന്നുള്ള ഭയം. കാരണം അസീം മുനീറിന്റെ സ്വഭാവം ഏതാണ്ട് പലരും ആയിഷ സിദ്ദീഖ പാകിസ്ഥാൻ മിലിറ്ററിയെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച പണ്ഡിതയാണ്. അവരിപ്പോൾ ലണ്ടനിലെ കിങ്സ് കോളേജിലാണ്. അപ്പൊ അവര് ഇൻസൈഡ് പാകിസ്ഥാൻ മിലിറ്ററി ഇക്കോണമി പോലുള്ള ശ്രദ്ധേയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവര് ഈയിടെ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് അസീം മുനീറിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കുറച്ചു മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ തുല്യ പ്രാധാന്യമുള്ള ആളുകളുടെ ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അപ്പോൾ തന്നെ പ്രതിഷേധം അറിയിച്ച് പ്രതിഷേധ സൂചകമായി മുറിവിട്ടു പോകുന്ന ഒരു സ്വഭാവക്കാരൻ. പുറമെ ഈ ഒരു തരം മതമൗലികവാദ ലോകവീക്ഷണം മനസ്സിൽ ആവാഹിച്ച വ്യക്തി. അയ്യൂബ് ഖാനും അതുപോലെ അസീം മുനീറും തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ സിവിലിയൻ സർക്കാരിന്റെ ഭയാശങ്കകളാണ്. അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി തളികയിൽ വെച്ച് നിർത്തി ഒരു കാര്യവുമില്ലാതെ നൽകി. അതോടെ അദ്ദേഹം പട്ടാള അട്ടിമറിക്ക് നിൽക്കില്ല എന്ന് ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നു എന്ന് വേണം കരുതാൻ. ശരി, ശ്രീ